അസ്സലാമലൈക്കും. ഞാനിന്ന് കുഞ്ഞിവാവനെ കപ്പിക്കാന്ന് വന്നിക്കണം കേട്ടോ. കുഞ്ഞിവാവൻ്റെ നമ്മളെ കുത്ത പാത്തൊക്കെ പാറാൻ വന്നതാണ്. കുഞ്ഞിവാവൻ്റെ കൊങ്ങൻകുത്തിയാണ്. ഇതേ കൊങ്ങൻകുത്തി ഇങ്ങനെയൊക്കെ നിങ്ങൾ എൻ്റെ കൊങ്ങൻകുത്തി ഇങ്ങനെ കണ്ടോളി. ഒക്കെ ഇഷ്ടപ്പെട്ടോ എൻ്റെ കുഞ്ഞുകുട്ടിന്? നല്ല കുഞ്ഞു കുത്തിയല്ലത്. കുഞ്ഞു വാവേന് എൻ്റെ കുഞ്ഞു വാവേന് വാവാവോ വാവാവോ. ഇതാണ് എൻ്റെ പാവക്കുട്ടിയാണേ. ഇതിന് നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങൾ പാട്ട് പാടത്തെ ഞങ്ങൾ? കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണു തുറക്കൂ നീ, നേരം പുലരും നേരത്ത് നീയും മറ്റുകിരന്നാരോ, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുകളും കഴുകേണ്ടേ, നീരാട്ടാൻ പോകേണ്ടേ, നീരച്ചുതുമുടി കെട്ടണ്ടേ, അച്ഛൻ തന്നൊരു തുപ്പിത്തേ, അമ്മ തൊടിച്ചൊരു പൊത്തിത്തേ, നഴ്സറി ക്ലാസ്സിൽ പോകേണ്ടേ, നഴ്സറി ക്ലാസ്സിൽ കോർത്തുമുത്തു കളിക്കേണ്ട. നിങ്ങൾക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുട്ടിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ പാട്ട് കുട്ടിയെ? എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ഭാവേനെ, എൻ്റെ ഭാവേനിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഭാവന്, എൻ്റെ പൊന്നു ഭാവനിത്. ഉമ്മ കുഞ്ഞാവേ കുഞ്ഞി ഭാവേ ഒന്നും ഇറങ്ങിക്കോ കുഞ്ഞാവേ. നമ്മളെ കുഞ്ഞെ മാവനെ ഉറക്കുകയാണ്. അപ്പോൾ കുഞ്ഞു ബാവക്ക് പാട്ട് പാടിക്കൊടുക്കുക. എന്താ പാട്ടി കൊടുക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, താരാട്ടു കേട്ട് ഒന്നുറങ്ങ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, താരാട്ടു കേട്ട് ഒന്നുറങ്ങ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, താരാട്ടു കേട്ടെന്ന് ഒന്നുറങ്ങ്. അല്ല തന്നൊരു കനിയല്ലേ, അല്ലാഹു തന്നൊരു നിധിയല്ലേ, അല്ലാഹു തന്നൊരു നിധിയല്ലേ. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്. വാവാവേ വാവാവു കേട്ടുറങ്ങ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, താരാട്ടു കേട്ട് ഒന്നുറങ്ങ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഒന്നുറങ്ങ്, താരാട്ടു കേട്ടും ഒന്നുറങ്ങ്. ഈ കുട്ടിക്ക് ഉറങ്ങുന്ന താഴെ ആട്ടി കിട്ടും. ഉറങ്ങടി 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 ഇവിടെ ഉറങ്ങി ഉറങ്ങി നമുക്ക് കിട്ടും അടിയിലെടുത്ത്. ചിക്കാണു തെപ്പിച്ച് കിടക്കുക. ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങത്തി. ആട്ടി കിട്ടും മറ്റേത്തിന്. ആട്ടി കുത്തുന്ന് പറഞ്ഞാൽ കിട്ടും 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 മുള്ള കിട്ടും. പിന്നെ എൻ്റെ ഇടാനും ഒങ്ങാടക്കിനോ ഒന്നും ഒങ്ങിക്കോളിയിലൂടോ. ഇമ്മച്ചി കുട്ടി ഒങ്ങിക്കോളിനോ ഉമ്മച്ചി കുട്ടി ഒങ്ങിക്കോളി.
അപ്പോൾ കുട്ടി ഒങ്ങുന്നില്ല, കുട്ടി ഒങ്ങുന്നില്ല. എൻ്റെ കുട്ടി ഒങ്ങാത്തത് അത് കിട്ടുമോ? നമുക്ക് കിട്ടും. അതി കണ്ണും തോൽപ്പിച്ചിട്ട് അക്കും കടക്കിന് കണ്ടില്ലത് ഇൻ്റെ കക്കാട്ടിലിരുന്ന് ഒങ്ങ് കൂടെയൊക്കെ എന്നോട് വാവാവൂ 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 കുഞ്ഞി വാവാവൂ കേട്ട് എല്ലാ ശബ്ദമാണ്. ഈ കുട്ടി ഉറങ്ങണില്ല. ഒരു നുള്ളു ചന്തിക്കൊരു നുള്ളാണ് കൊടുക്കോളെ. മിണ്ടാതെ കടക്കടി അവിടെ, മിണ്ടാതെ കിടക്ക്, ഉറങ്ങിക്ക ചെയ്തു മാറ്റി കിട്ടിട്ടെടുത്ത്. വാവാവൂ വാവാവൂ കുഞ്ഞി ഉറങ്ങിക്ക പൊന്നുവാവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ കേട്ട് ഉറങ്ങണം പൊന്നാരപ്പൂമോനുറങ്ങണം. അല്ലാ തന്ന നിധിയല്ലേ, അല്ലാ തന്ന നിധിയല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രാരീരം രാരീരോ രാരീരോ രാരീരം രാരീരോ രാരീരോ. കുഞ്ഞാവേ കുഞ്ഞാവേ താരാട്ടുപാടി ഉറങ്ങിയോ. കുഞ്ഞാവേ കുഞ്ഞാവേ താലോലം പൊന്നുവാവേ. കുഞ്ഞാവേ കുഞ്ഞാവുറങ്ങിക്കോ, കുഞ്ഞാവേ കുഞ്ഞാവുറങ്ങിക്കോ. ഇമ്മച്ചി മുത്തിൻ്റെ ഉമ്മച്ചി, ഉമ്മച്ചി കുട്ടി ഉറങ്ങിക്കോ, ഉമ്മച്ചി കുട്ടി ഉറങ്ങിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം എങ്ങനെ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടുക്കുന്നു മുത്തുമണിയല്ലേ. എങ്ങനെയാണ് കുട്ടികളെ താരീരം പാട്ട് വെക്കുന്നത്? അല്ലാതെ ഇങ്ങനെ സിനിമ പാട്ട് തോന്നിയിട്ട് കാര്യമല്ല. അല്ല റെസ്പി അസ്ബി റപ്പി ചെല്ലി ഉറക്കുക, എന്തൊക്കെ കുറക്കുക, കുട്ടികൾക്ക് അതൊരു ആശ്വാസമാവും. എൻ്റെ പൊന്നു മക്കൾ കുഞ്ഞിനെ ഉറക്കുമ്പോഴേ സിനിമ പാട്ട് പാടില്ല, അതിലൊക്കെ ചൊല്ലിക്കൊടുത്തി ഉറക്കണം കേട്ടോ. അള്ളാനെ പറഞ്ഞു കൊടുക്കണം, അള്ളാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സലാത്ത് ചൊല്ലി ഉറക്കുക. വാവനെങ്ങനെ ഉറക്കണ രീതിയിൽ ഇങ്ങനെ വാവനെ പിടിക്കണം, ഇങ്ങനെ വാവനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ അങ്ങനെ പിടിച്ച് കൗത്തിലിട്ടിട്ട് വാവാവൂ കുഞ്ഞേ വാവാവൂ കുഞ്ഞേ വാവാവൂ കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അങ്ങനെ കാട്ടുമ്പോൾ അതിൻ്റെ തലമ്പ് ഇങ്ങനെ കാട്ടുമ്പോൾ അതിന് എളുപ്പം ഉറക്കം വരും. കുട്ടികളല്ലേ
ഇതിപ്പോൾ നമ്മളെ പൊമ്മക്കുട്ടിയാണ്. പൊമ്മക്കുട്ടി ഉറങ്ങുമ്പോഴല്ലോ സാധാ കുട്ടികളെ നമ്മളങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉറക്കുമ്പോഴേ ഇങ്ങനെ തൊട്ട് തലോടുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുക കേട്ടോ. അപ്പോൾ അവരെങ്ങനെ തൊട്ട് തലോടും. ഇതിപ്പോൾ കുട്ടികളെ തല കുടിച്ചിട്ട് ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറക്കുക. അപ്പോൾ അവരിങ്ങനെ കുത്തി കുറുക്കി ഇങ്ങനെ നമ്മൾ ഉറക്കുക. നമ്മൾ അങ്ങനെ തോള് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ തൊട്ടിയിലിട്ടാലും വേണ്ടില്ല, ഇങ്ങനെ കുത്തി കുലുക്കി ഇങ്ങനെ ഉറക്കിയിട്ട് തച്ച് ഇങ്ങനെ പതിയേനെ തല്ലല്ല ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട് വാവ് വാവ്. അപ്പോൾ അവർക്ക് ഭയങ്കര സുഖമായിട്ട് അവരെ സ്കിന്നിങ്ങനെ അങ്ങനെ രോമാഞ്ചം വരും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങും. ആവൂ വാവൂ കുഞ്ഞേ ഉറങ്ങിക്കോ, അള്ള തന്ന കനിയല്ലേ എൻ്റെ പുന്നാര മോനുറങ്ങ്, എൻ്റെ ഇമ്മച്ചി മോനുറങ്ങ്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പാട്ട് പാടിച്ച് കുഞ്ഞുങ്ങളെ ഉറക്കിയാൽ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഉറങ്ങിപ്പോവല്ലേ. എല്ലാവരും കുട്ടപ്പൂ ഇഞ്ച വെച്ച കുട്ടികളില്ലേ ഉമ്മ ഔവ ഔവ ഔവ. എനിക്ക് എൻ്റെ കുട്ടിയായിട്ട് ഞാൻ പൊമ്മക്കുട്ടിക്ക് ഇങ്ങനത്തെ ടോയ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റായുള്ള ടോയ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫ്യൂസിബിളായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ അമ്മമാരെ വരെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കളിക്കാൻ കൊടുക്കണതാണ്. അതിന് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് കടത്തുന്നതിന് എൻ്റെ ബാബേന്ന് പറയട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നല്ല പാവക്കുട്ടീനോട് കളിച്ചിരുന്നു കേട്ടോ. പാവക്കുട്ടീനെ അമ്മ കൊടുക്കുക, ചോറ് കൊടുക്കുക, വാവ കൊടുക്കുക, പാപ്പ കൊടുക്കുക ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം പാപ്പ കൊടുക്കണോ പാപ്പ കുടിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ണെഴുതിയിട്ട് പൊട്ടൊക്കെ കൊടുക്കേ. പാപ്പ കൊടുക്കണോ പാപ്പ കുടിക്കണോ എന്നൊക്കെ ചോദിക്കും. ഔവ അടിക്കണി ഔവ ഔവ അടിക്കണി ഔവ ഔവടിക്കണി ഔവ ഔവ അവ 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 അവ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾ എങ്ങനെ ഉഷാറായിട്ട് കുട്ടികൾ നമ്മളെ എങ്ങനെ കൊഞ്ചിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുട്ടികളെ എങ്ങനെ നമ്മൾ വരുതിയിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുട്ടികളെ നമ്മൾ കയ്യിലെടുത്തിട്ട് അവരെങ്ങനെ കൊഞ്ചിക്കുക. പിന്നെ എൻ്റെ കുത്തുപടി എൻ്റെ ചിക്കനെ മുത്തപടി ഇത് അപ്പോൾ ഇവിടെ ഇങ്ങനെ മുത്തം കൊടുക്കുമ്പോഴേ അവരിങ്ങനെ കുളച്ച് ചെറിക്കട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ ഈ കാലിൻ്റെ ഈ കൈയിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ തല വെച്ച് വരുത്തുമ്പോഴേ കിടക്കിടച്ചിരിക്കട്ടോ. അതെല്ലാം ഇഷ്ടമായിരിക്കും. അപ്പം നമ്മളൊരു പൊമ്മക്കുട്ടി എടുത്തിട്ടേ അവരെ മുന്നിൽ വെച്ചിട്ട് ഔവ വേറെ അപ്പോൾ ഔവ 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 ഇങ്ങനെ കാണിക്കും. നല്ല രസമായിട്ട് കുട്ടികളെ കൊച്ചിക്കണത് രീതികളെ എന്താ ഇഷ്ടം. കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് മക്കളെ. അള്ള തന്നൊരു നിധിയാണ്. ഐറ്റങ്ങളെ പരിപാലിക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ്. നിലത്തുമല്ല നെറുവിലും അല്ലാതെ നമ്മൾ എടുക്കണം. പക്ഷേ അവരെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കൊട്ടണം കേട്ടോ. അല്ലെങ്കിൽ മൂക്ക് കൂടൊക്കെ വരും, അതിൻ്റെ ചെവി കൂടൊക്കെ പാല് വരും. ഛർദ്ദിക്കൊക്കെ ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം. കുഞ്ഞുങ്ങളെ നല്ല കൗത്തുറച്ച കുഞ്ഞാണെങ്കിൽ ഒക്കത്ത് വയ്ക്കാം. പിന്നെ കൗത്തുറക്കാത്ത കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം. ഈ കുഞ്ഞിനെ പിടിക്കുമ്പോൾ തലോട്ട് കൂടെ ഇങ്ങനെ ഇറുക്കി പിടിക്കണം. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തല ഉറക്കാത്ത കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ തലോട്ടിലൂടെ ഇങ്ങനെ പിടിക്കണം കേട്ടോ. തല ഉറച്ച കുഞ്ഞിനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ തല ഇങ്ങോട്ട് ഇതാവില്ലല്ലോ, ഇങ്ങനെ ഓടിച്ച് ചാടില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കണ റിസ്ക്കുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളെ എടുക്കാനും പരിപാലിക്കാനും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞതാണ്. കുഞ്ഞുവാവനെ എങ്ങനെ പരിപാലിക്കുക, എങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുളിപ്പിക്കുക. മുഖത്തൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് എല്ലാത്തിലും എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഷീറ്റ് കടത്തി. ഇതിപ്പോൾ ഒരു കുഞ്ഞാന്ന് വിചാരിച്ചോളി.
അപ്പം ഞാൻ ഒരു ഷീറ്റ് ഇവിടെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞിനെങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ എണ്ണ തേച്ച് എല്ലായിടത്തും ഇങ്ങനെ വെച്ച് കൊടുത്ത് കുഞ്ഞിൻ്റെ കണ്ണും പിരികവും മൂക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളെ മസാജ് ചെയ്ത് കൊടുത്ത് മുഖം സ്കിന്നൊക്കെ ഇങ്ങനെ കാട്ടി കൊടുത്ത് നമ്മൾ ആദ്യം നമ്മൾ തല നനയ്ക്കുമ്പോൾ ആദ്യം ഒന്നിങ്ങനെ തല നനയ്ക്കല്ല ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ കൊളുത്തിനൊക്കെ ഇപ്പോട്ട് കഴുകുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുഞ്ഞിനെ എങ്ങനെയാണ് മുകളിലൊന്നും ആവാത്ത സ്ഥിതിയിൽ നമ്മൾ കുഞ്ഞിനെ ഒന്നിങ്ങോട്ട് പൊന്തിച്ചിരുത്തിയിട്ട് വേണം കഴുകൽ കേട്ടോ. കുഞ്ഞിൻ്റെ മേലിലാവാതെ അപ്പോൾ തലമ്മ എങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ നമ്മളെ ഈ തലയുടെ ഈ ഭാഗത്ത് പുറകു വശത്താണ് വെള്ളം പാരുണ്ട്, ആകെ മൊത്തം വെള്ളം പാരരുത് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് മൂക്കിൽ ശ്വാസം മുട്ടാനോ അല്ലെങ്കിൽ കുഞ്ഞി തുമ്പാനോ വരും. അപ്പോൾ കുഞ്ഞിന് തല കുളിപ്പിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുഖത്തേക്ക് വരാതെ രീതിയിൽ ഇങ്ങനെ ബാക്കിലേട്ടൊരു അടിച്ചെടുത്താൽ കുഞ്ഞിന് തരിപ്പ് പോകില്ല, കുഞ്ഞിൻ്റെ മുഖത്ത് വെള്ളം ആവില്ല. അപ്പോൾ ഇങ്ങനെ കുളിപ്പിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ എന്നിട്ട് ഇങ്ങനെ കാട്ടുക. ഇപ്പം എല്ലാത്തിനും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ, ഓരോ ഇതുപോലെ തൊട്ടി പോലത്തെ തോണി പോലത്തെ ഒരു പാത്രത്തിലിട്ട് അതിന് കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാം. എൻ്റെ കുട്ടിയുടെ കുഞ്ഞിനെ കുളിപ്പിച്ചിക്കണോ, എൻ്റെ പുത്തുവഴിനെ കുളിപ്പിച്ചനോ, അതിനെ നമ്മൾ ഓണത്തിന് മേടിച്ചത് കേട്ടോ. ഓണത്തിന് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫർ 10 രൂപ 20 രൂപ അങ്ങനെയുള്ള ഓഫർ കട ഉണ്ടായിരുന്നു കേട്ടോ. ഓണച്ചന്ത ഓണത്തിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഉണ്ടായപ്പോൾ മേടിച്ചത്. അതിനൊക്കെ നല്ല വില ഉണ്ട്. നല്ല കമ്പിളി പുതപ്പോളം ഉണ്ടാക്കുന്ന സാധനമല്ലേ അപ്പോൾ അത്. നല്ല ബ്ലാങ്കറ്റാണ്, സൂപ്പറാണ്. ഇതിങ്ങനെ എന്തോ ഒരു സുഖമാണ് കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞിനെ പാട്ടിൽ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും.